ഈശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം ഇതാണ്. കൊന്നവൻ ചാകാൻ പോലും കൊതിച്ച ഒന്ന് രണ്ട് സംഭവങ്ങൾ ബൈബിളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. കൊന്നവരാണ്, മറ്റുള്ളവരെ കൊന്നവർ, അവസാനം ഒന്ന് ചത്ത് കിട്ടിയാൽ മതി എന്ന് ചിന്തിച്ച് സംസാരിക്കുന്ന ചില ബൈബിൾ കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം മരിക്കാൻ കൊതിച്ച ഒരു 6 ബൈബിൾ കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടിരിക്കുന്നതും നല്ലതാണ്. നമുക്ക് ആദ്യമേ ആ 2 ബൈബിൾ കഥാപാത്രങ്ങൾ, രണ്ടുപേരും കൊലപാതകികളാണ്. പക്ഷേ പിന്നീട് അവരാഗ്രഹിച്ച ഒന്നാണ് ഒന്ന് ചത്ത് കിട്ടിയാൽ മതി. അങ്ങനെ അവരെ വന്ന് കൊല്ലാനായിട്ട് മറ്റുള്ളവരോട് കെഞ്ചിപ്പറയുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതിലൊന്ന് അബിമേലെക്കിനെ കുറിച്ചാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിലൂടെ ഒന്ന് കടന്നു പോയാൽ മതി. അവിടെ നമ്മൾ കാണുന്നു, ഇവൻ ഒരുപാട് ക്രൂരത ചെയ്ത ഒരു വ്യക്തിയാണ്. ഒരേ കല്ലിൽ വെച്ച് 70 പേരെ വധിച്ചു. രാജാവാകാനുള്ള മോഹം കൊണ്ട്, ഇനി അതിന് സാധ്യതയുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇവന് എതിരായിട്ട് നിൽക്കുമെന്ന് കണ്ട എല്ലാവരും അവൻ കൊന്നുകളഞ്ഞു. അങ്ങനെ ഒരേ കല്ലിൽ വെച്ച് 70 പേരെ അവൻ്റെ കുടുംബാംഗങ്ങളെ വധിക്കുന്നതായിട്ട് നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ പറ്റും. പിന്നീടാണേലും ഒത്തിരിയേറെ ദുഷ്ടത കാണിച്ച ഒരു വ്യക്തിയാണ് അബിമേലെക്ക്. ഒരു ഭവനത്തിലേക്ക് ആളുകൾ പ്രാണരക്ഷാർത്ഥം ഓടി അതിനകത്ത് അഭയം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ആ കെട്ടിടത്തിന് തീയിട്ട് അവരെയെല്ലാം ചുട്ടുകൊല്ലാൻ വേണ്ടി ഇവൻ തീരുമാനമെടുത്തു. ആ ഒരു തീരുമാനത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടായ ഒരു സംഭവം, ഒരു സ്ത്രീ തിരികല്ലിൻ പിള്ളയെടുത്ത് അവൻ്റെ തലക്കെട്ടടിച്ചു. അങ്ങനെ അവൻ്റെ തലയോട്ടി പൊട്ടി. തലയോട് പൊട്ടിയിട്ട് ഒരു പരിതാപകരമായ അവസ്ഥയിൽ അവനൊന്ന് സംസാരിക്കാൻ പോലും പറ്റത്തില്ല, ഞരങ്ങുക. ആ ഒരവസ്ഥയിൽ അവൻ്റെ ആയുധവാഹകനെ, ഇവനെ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന, ഇവനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആ മനുഷ്യനെ വിളിച്ചിട്ട് പറയാണ്, നീ വരിക, ഞാൻ ഈ അവസ്ഥയിൽ കിടക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ്, വാളെടുത്ത് എൻ്റെ തല വെട്ടിമാറ്റ്. അങ്ങനെ ആവശ്യപ്പെട്ട് അവസാനം ആയുധവാഹകൻ അത് ചെയ്യുന്നതായിട്ട് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം വായിച്ചാൽ അവിടെ കണ്ടെത്താവുന്ന സംഭവങ്ങളാണ്. അതൊക്കെ ഒരുപാട് പേരെ വധിച്ച ഒരു വ്യക്തി അവസാനം ഒന്ന് ചത്ത് കിട്ടിയാൽ മതി എന്നുള്ള ആ ഒരു മോഹത്തിൽ സംസാരിക്കുന്ന ഒരു രംഗമാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുക. രണ്ടാമത്തെ ബൈബിൾ കഥാപാത്രം സാവൂളാണ്. സാവൂൾ ഇവന് ഇതുപോലെ ഒരാളെ വിളിച്ചു വരുത്തി, നീ എന്നെ വാളെടുത്ത് വെട്ടിക്കൊല്ല്, അങ്ങനെ ആവശ്യപ്പെടുന്ന ഒരു രംഗം കാണാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് 2 സാമുവേൽ 1-ാം അധ്യായം വായിച്ചാൽ മതി. ദാവീദിൻ്റെ അടുത്തേക്ക് ഒരാൾ വരുന്നതും അവന് ഏറ്റുപറയുന്നതുമായിട്ടുള്ള കാര്യം, എങ്ങനെയാണ് സാവൂൾ മരിച്ചത്, എങ്ങനെയാണ് ജോനാഥാൻ മരിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് ഇവൻ കണ്ട കാര്യങ്ങളായിട്ട് അവിടെ ഒരു ദൃക്സാക്ഷി വിവരണം പോലെ നടത്തുന്നത് കാണാൻ പറ്റും. അവസാനം ദാവീദ് ചോദിക്കുന്നുണ്ട്, നീയാണോ അവനെ വധിച്ചത്? പറഞ്ഞു, അതെ, എന്നോട് വധിക്കാൻ ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ ഞാൻ വധിച്ചതാണ്. അതായത് സാവൂൾ കെഞ്ചി പറയുകയാണ്, ഞാൻ ഈ രീതിയിൽ കിടക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ്, എൻ്റെ പ്രാണനൊട്ട് പോകുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എൻ്റെ പ്രാണൻ എന്നെ വിട്ടു പോകുന്നില്ല, നീ വന്ന് എന്നെ ഒന്ന് കൊന്നു തരിക, അങ്ങനെ ആവശ്യപ്പെടുന്നത് കാണാൻ പറ്റും. ദാവീദ് പറഞ്ഞൊരു കാര്യം, എന്തൊക്കെയാണേലും അവനൊരു അഭിഷിക്തനാണ്, ആ അഭിഷിക്തനെ കൊന്ന നീ ജീവിച്ചുകൂടാ എന്ന് പറഞ്ഞ് ഇതും പറഞ്ഞുകൊണ്ട് വന്നവനെ വധിക്കാൻ ഓർഡർ ഇടുന്ന ദാവീദിനെ ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു അധ്യായം കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. 2 സാമുവേൽ 21 ഗിബയോൻകാരെ വധിച്ചവനായിട്ട് സാവൂളിനെ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഗിബയോൻകാർക്ക് വാക്ക് കൊടുത്തിരുന്നതാണ്, അവർക്ക് സംരക്ഷണം ഉണ്ടാകും, അവരെ കൊല്ലത്തില്ല എന്ന്. ഇനി അവരെ വധിച്ചു. ഇനി അതിൻ്റെ പേരിൽ രക്തപാതക കുറ്റം സാവൂളിൻ്റെ കുടുംബത്തിൻ്റെ മേലുണ്ടെന്ന് കർത്താവ് പറയുന്നത് ദാവീദിനോട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി അതിന് പരിഹാരം ചെയ്താലേ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരൂ എന്നുള്ളത് കർത്താവ് തന്നെ ഓർമ്മിപ്പിച്ച ഒരു കാര്യമാണ്. 2 സംഭവങ്ങളിൽ നമ്മൾ കാണുക, വധിച്ചവർ അവസാനം ഒന്ന് മരിച്ചു കിട്ടാൻ കൊതിച്ചു എന്നുള്ളത് ദൈവവചനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഒരു 6 ബൈബിൾ കഥാപാത്രങ്ങൾ, അവരെല്ലാവരും മരിക്കാൻ കൊതിച്ചവരാണ്. ചില പ്രത്യേക സാഹചര്യങ്ങൾ നമുക്കറിയാമല്ലോ, സാധാരണ ഇങ്ങനെ മരിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം, മോഹം അത് വരിക ഒന്നുകിൽ എക്സ്ട്രീം ഡിസ്ട്രസ്, അതുപോലത്തെ തിക്താനുഭവങ്ങൾ അത് വന്നു കഴിയുമ്പോൾ, അതല്ലെങ്കിൽ ഡിപ്രഷൻ വന്ന ആൾ ചിലപ്പം മരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും, ആത്മഹത്യ ചെയ്യുകയും ചെയ്യും. അവർ ബോധപൂർവം ചെയ്ത ഒരു കാര്യം ആയിരിക്കണമെന്ന് പോലുമില്ല. മൂന്നാമതൊരു കാര്യമുണ്ട്, ഫ്രസ്ട്രേഷൻ. ഒരുപാട് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ മരണത്തെക്കുറിച്ച് ഓരോ ധ്യാനത്തിലും നമ്മൾ എത്രയോ പേര് പറയുന്നത് കേൾക്കുന്നുണ്ട്, പല പ്രാവശ്യം ഞാൻ ഓർത്ത് മരിച്ചാലോ, വേണമെങ്കിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം വരെയൊക്കെ അറ്റംപ്റ്റ് പോലും നടത്തിയിട്ട് ആ മരണ വക്കിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തികളുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇങ്ങനത്തെ ചില കാരണങ്ങളുണ്ടാകാം. ഇനി നമുക്ക് മരിക്കാൻ കൊതിച്ച ചില വ്യക്തികളെക്കുറിച്ച് വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നാമത് മോശ, സംഖ്യ 11:15. ഏതാണ്ട് ഈ ഡിപ്രഷൻ പോലെ സംസാരിക്കുന്ന, ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന മോശയെ കാണാൻ പറ്റും. ഞാനാണോ ഇവരെയൊക്കെ ഗർഭം ധരിച്ചത്,
ഞാനാണ് ഇവരെയൊക്കെ പ്രസവിച്ചത്, ഞാനെന്തിനാ ഇതെല്ലാം ഏറ്റെടുക്കുക, അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കുന്ന മോശയെ അവിടെ കാണാൻ പറ്റും. ഇനി എന്നെ ഉടനെ കൊന്നുകളയുക എന്ന് മോശ തന്നെ ആവശ്യപ്പെടുന്ന ഒരു രംഗമാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുക. സംഖ്യ 11:15. രണ്ടാമത്തെ ബൈബിൾ കഥാപാത്രമാണ് ജോബ്. ജോബിൻ്റെ പുസ്തകം 3-ാം അധ്യായം 11-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവൻ എടുത്തുകൊള്ളുക. കർത്താവേ മതി, എൻ്റെ ജീവൻ എടുത്തുകൊള്ളുക, എനിക്കിനി ജീവിക്കണമെന്ന് പോലുമില്ല, മരിക്കാൻ കൊതിച്ച് പ്രാർത്ഥിക്കുന്ന ജോബിനെ ഇവിടെ കാണാൻ പറ്റും. 3-ാമത്തെ ബൈബിൾ കഥാപാത്രമാണ് ഏലിയ പ്രവാചകൻ. 1 രാജാക്കന്മാർ 19:4 വചനത്തിൽ നമ്മൾ കാണുന്നത് ഏലിയ പറയുകയാണ്, എനിക്ക് മതി, ജീവിച്ചത് മതി, കർത്താവ് എനിക്കൊന്ന് മരിച്ചു കിട്ടിയാൽ മതി, എൻ്റെ പ്രാണൻ എടുത്തുകൊള്ളുക. പക്ഷെ അവന് ആത്മഹത്യ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ പ്രാണൻ എടുത്തുകൊള്ളുക, എങ്ങനെയെങ്കിലും എനിക്കൊന്ന് മരിച്ചു കിട്ടിയാൽ മതി. 4-ാമത്തെ ബൈബിൾ കഥാപാത്രമാണ് യോനാ പ്രവാചകൻ. യോനായുടെ പുസ്തകം 4-ാം അധ്യായം 3-ാമത്തെ വചനം. മരണം കൊതിച്ച് പ്രാർത്ഥിക്കുന്ന യോനാ പ്രവാചകനെ അവിടെയും കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ മരണം ആഗ്രഹിച്ച് മരിക്കാൻ കൊതിച്ച് പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. ചിലരുടെ പാപപ്രവൃത്തികൾ മൂലം, മറ്റു ചിലരുടെ ജീവിതത്തിൽ വന്ന അതുപോലത്തെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ മൂലം. 5-ാമത്തെ വ്യക്തിയാണ് ജെറമിയ. ജെറമിയ പ്രവാചകൻ അറിയപ്പെടുന്നത് തന്നെ വീപ്പിംഗ് പ്രോഫറ്റ്, കരഞ്ഞ് കരഞ്ഞ് ഇങ്ങനെ ജീവിക്കുന്ന ഒരു പ്രവാചകനായിട്ട്. നമുക്കറിയാം, ജെറമിയ ഏകാഗി, ജെറമിയ പൊട്ടക്കിണറ്റിൽ, ഇതെല്ലാം ഇതിന് കാരണമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ജെറമിയയുടെ പുസ്തകം 15-ഉം 20-ഉം ഈ 2 അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ജെറമിയായ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അവസാനത്തെ ഒരു വ്യക്തിയാണ് പൗലോസ്. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഒരു വ്യക്തി പൗലോസ്. 2 കൊരിന്തോസ് 5-ാം അധ്യായം ആദ്യ വചനങ്ങൾ വായിച്ചാൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് എത്രയും നേരത്തെ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി. ഇനി ഇത് കടബാധ്യത വന്നിട്ടോ മാരകമായ രോഗം വന്നിട്ടോ ഒന്നുമല്ല, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ബോധ്യം വന്നതുകൊണ്ട്. മരണാനന്തര ജീവിതം ഈ ജീവിതത്തെക്കാൾ എത്ര സുന്ദരം. അതുകൊണ്ട് എൻ്റെ യഥാർത്ഥ ഭവനമായ സ്വർഗത്തിലെത്താൻ ഞാൻ വെമ്പൽ കൊള്ളുന്നു എന്ന് പറഞ്ഞ പൗലോസ് അപ്പോസ്തലനെ നമുക്കിവിടെ കണ്ടെത്താൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നെങ്കിൽ എല്ലാ സാഹചര്യത്തിലും ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാനും ദൈവിക സംരക്ഷണ വലയത്തിലായിരിക്കാൻ നമുക്ക് സാധിക്കും. ഈ ലോക ജീവിതവും മരണാനന്തര ജീവിതവും നമുക്ക് ഒരു നേട്ടമായിരിക്കും. നേട്ടത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മറ്റെല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.